സാധാരണ ജീവിത തലങ്ങളിൽ ക്രിസ്തുവിനെ ദർശിക്കുന്ന ഏവർക്കും ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തിരുസഭ മാതാവ് ഇന്ന് നമുക്ക് നൽകുന്ന വചനധ്യാനം ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 26 മുതൽ 38 വരെയുള്ള വാക്യങ്ങളാണ്. പരിശുദ്ധ അമ്മയ്ക്ക് ലഭിക്കുന്ന മംഗളവാർത്ത. യേശുനാഥൻ്റെ ആദ്യ ശിഷ്യ ആണ് പരിശുദ്ധ അമ്മ. ആ പരിശുദ്ധ അമ്മയുടെ കണ്ണിലൂടെയാണ് യേശു ജനനത്തെ ഇന്ന് സുവിശേഷം നോക്കിക്കാണുന്നത്. ദൈവത്തോട് മറുപടി പറയാൻ എന്താണ് പരിശുദ്ധ മറിയത്തെ നയിച്ചത്? രണ്ടാമതായി, പ്രയാസമുള്ള എന്തെങ്കിലും ദൈവം നമ്മോട് ചോദിക്കുമ്പോൾ നമ്മുടെ മറുപടി എന്തായിരിക്കും? പരിശുദ്ധ മറിയത്തെക്കുറിച്ച് 4 കാര്യങ്ങൾ സുവിശേഷം നമ്മോട് പറയും. പരിശുദ്ധ മറിയത്തിൻ്റെ ജീവിത സത്യങ്ങൾ, പരിശുദ്ധ മറിയത്തിൻ്റെ ഹൃദയത്തിലെ ഭയം, പരിശുദ്ധ മറിയത്തിൻ്റെ മനസ്സിലെ ആശ്ചര്യം, പരിശുദ്ധ മറിയത്തിൻ്റെ ആത്മാവിൽ നിറഞ്ഞ കീഴ്വഴങ്ങൽ. അവൾ ഒരു കൗമാരക്കാരിയായിരുന്നു. ചിന്തകളാലും തീരുമാനങ്ങളാലും ജീവിതം കരുപ്പിടിപ്പിക്കുവാൻ പക്വത എത്താത്തവൾ. ഈ മാലാഖ സംഭാഷണത്തിന് മുമ്പ് ഒന്നും തന്നെ നമുക്ക് അവളെക്കുറിച്ച് അറിയുകയില്ലായിരുന്നു. വചനങ്ങളിലെ ദൈവ പദ്ധതിയിലുള്ള ഒരു സ്ത്രീയെക്കുറിച്ചല്ലാതെ യൂദയായിൽ ഇങ്ങനെ ഒരു കന്യക, ഒരു കൗമാരക്കാരി ഉണ്ട് എന്ന് നമുക്കറിവില്ല. 2 കാര്യങ്ങളാണ്. അവൾ ഉടമ്പടിയുടെ മകളായിരുന്നു, അബ്രഹാത്തിൻ്റെ മകളായിരുന്നു, ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും മകളായിരുന്നു. എന്നാൽ ഒരു മഹത്വവും എഴുതുവാൻ സാധ്യമല്ലാത്ത രീതിയിൽ തഴയപ്പെട്ടവൾ പോലെയും. ദാവീദിൻ്റെയും സോളമൻ്റെയും മഹത്വ സത്യങ്ങൾ ഒരു മരീചിക മാത്രമായി ജീവിച്ചിരുന്ന യഹൂദജനത്തിൻ്റെ ഒരു കണ്ണി മാത്രമായിരുന്നു പരിശുദ്ധ കന്യകാമറിയം. ദാരിദ്ര്യത്തിലും എളിമയിലും ജീവിച്ചിരുന്നവൾ. ലൂതർ പറയും, അവൾ ഒരു അനാഥയായിരുന്നിരിക്കണം എന്ന്. അവളുടെ അടുക്കലേക്ക് ഗബ്രിയേൽ ദേവദൂതൻ അയക്കപ്പെട്ടു. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 8-ാം അധ്യായം 15-16 വാക്യത്തിൽ യുഗാന്ത്യത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നിടത്ത് ഗബ്രിയേൽ ദൈവദൂതനെ കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. ഇതേ ഗബ്രിയേൽ ദൂതൻ തന്നെയാണ് പരിശുദ്ധ കന്യകാ മറിയത്തിന് പ്രത്യക്ഷപ്പെട്ട് അവളോട് ഈ രക്ഷാകര സന്ദേശം നൽകുന്നത്. ഗബ്രിയേൽ എന്ന നാമത്തിൻ്റെ അർത്ഥം ദൈവത്തിൻ്റെ മഹത്വീകൃതൻ എന്നാണ്. വിശുദ്ധ ഗ്രന്ഥത്തിൽ ആകെ 2 പ്രാവശ്യമേ ഗബ്രിയേൽ എന്ന നാമത്തിലെ മാലാഖയെക്കുറിച്ച് പറയുന്നുള്ളൂ. പരിശുദ്ധ അമ്മ ഗബ്രിയേൽ ദേവദൂതനിൽ നിന്നും ശ്രവിച്ച സന്തോഷത്തെക്കുറിച്ച് 2 തലങ്ങളിലാണ് ചിന്ത. ഒന്ന്, മറിയത്തെ സന്തോഷിപ്പിക്കുവാൻ ശ്രമിക്കുന്ന ഗബ്രിയേൽ ദൈവദൂതനും. 2, ഈ സന്തോഷവാർത്ത കേൾക്കാൻ കാത്തിരുന്ന നിരവധി രാജാക്കന്മാരും. പത്രോസ്ലിഹയുടെ 1-ാം ലേഖനത്തിൽ 1-ാം അധ്യായം 12-ാം വാക്യത്തിൽ ഇപ്രകാരം പറയും: സ്വർഗത്തിൽ നിന്നും അയക്കപ്പെട്ട പരിശുദ്ധാത്മാവ് വഴി സുവിശേഷ പ്രസംഗകർ ഈ കാര്യങ്ങൾ നിങ്ങളെ അറിയിച്ചിട്ടുണ്ടല്ലോ. ഇവയിലേക്ക് എത്തി നോക്കാൻ ദൈവദൂതന്മാർ പോലും കൊതിക്കുന്നു എന്നാണ്. അത്രത്തോളം ആത്മീയ സ്വർഗമാധുര്യമുള്ള ഒരു വലിയ ദിവ്യമായ സന്ദേശമാണ് ഗബ്രിയേൽ ദേവദൂതൻ പരിശുദ്ധ കന്യകാമറിയത്തോട് പറഞ്ഞത്. എന്നാൽ പരിശുദ്ധ മറിയം വളരെ സാധാരണമായി അസാധാരണമായുള്ള സന്ദേശത്തെക്കുറിച്ച് ആരായുകയാണ്. തൻ്റെ പ്രതിശ്രുത വരനോട് ചോദിക്കാതെ മറിയം ദൈവ പദ്ധതിക്ക്, മാലാഖയ്ക്ക് ഉത്തരം നൽകുകയും ചെയ്യുന്നുണ്ട്. വളരെ സാധാരണമായി ദൈവത്തിൻ്റെ വലിയ മഹത്വത്തെ അവൾ ധ്യാനിച്ചിരുന്നു എന്നതുകൊണ്ട് മാത്രമാണ് പരിശുദ്ധ അമ്മയിൽ ഇത്ര വലിയ ദൈവമഹത്വത്തിൻ്റെ, സന്തോഷത്തിൻ്റെ സദ്വാർത്ത വന്നിട്ടും സാധാരണത്വം വെടിയാതെ അവൾക്ക് നിലകൊള്ളുവാൻ സാധിച്ചത്. നമ്മുടെ അനുദിന ജീവിതത്തിലെ സാധാരണ തലങ്ങളിൽ അസാധാരണമായ ദൈവ ഇടപെടലുകളെ നമുക്ക് പ്രതീക്ഷിച്ചുകൊണ്ട്, പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവ പദ്ധതിക്ക് അനുയോജ്യരായി ജീവിക്കാം. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഓരോ ഗ്രീഷ്മരാത്രിയിൽ പുലർക്കാല സ്വപ്നമാ
പാദചാരി അണഞ്ഞ നേരം മറുവാക്കു ചൊല്ലിടാതെ നൽകി നീ നിൻ യൗവനം. ഭൂലോകനാഥന്റെ അമ്മയാകാൻ നന്ദിയോടോർക്കുന്നു കന്യാസുതർ ഞങ്ങൾ. മേരി മാതാവേ നിൻ ത്യാഗാർപ്പണം ഓരോ ഗ്രീഷ്മരാത്രിയിൽ. വിധാന നക്ഷത്രമേ അമ്മേ അമലാത്മവേ സ്വർഗീയ പീഠത്തിൽ അലങ്കാരമേറ്റുന്ന അമ്മേ മനോഹരേ സ്നേഹാർച്ചന അമ്മയ്ക്കേകിടുന്നീവ ആത്മാവിൽ കുളിരല ഹിമബിന്ദു ചൂടിയ ധനുമാസരാത്രിയിൽ ഈലപ്പൊഴിയും ശിശിരവീഥിയിൽ തുറക്കാത്ത വാതിൽ പടികളിൽ ഉള്ളിലെ ജീവനാ പൈതലിൻ നോവും തുടിപ്പുമായി നീ അലഞ്ഞു. കാലിത്തൊഴുത്തിനോരത്തിരുന്ന് കണ്ണീമറ്റെറ്റാതെ കാവലായി ഉള്ളം നുറുങ്ങുന്ന രാത്തണുപ്പിൽ ഉമ്മ പുതപ്പിന്റെ ചൂടു നൽകി. താരാട്ടുപാട്ടിന്റെ ഈണമായി ചേതൂറാക്കി നിൻ ഹൃദയതാളം. ഉണ്ണീ പുൽകിയുറക്കിയൊരിളം തിന്നൽ. നീ പുൽകിയുറക്കിയൊരിളം തിന്നൽ. അമ്മേ നിൻ കാതിൽ മന്ത്രിപ്പൂ മൗനമായി നന്ദി നന്ദി മാത്രം. നന്ദി നന്ദി മാത്രം ഓരോ ഗ്രീഷ്മരാത്രിയിൽ. പുലരോളി വരശോഭയേകിയ ജെറുസലേം ദേവാലയത്തിൽ മധുചഷക രുചി പകർന്നീ